നാളെ ഈ ലോകമൊക്കെ അവസാനിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുവാനായിട്ടുണ്ടോ എന്നൊക്കെ ഗോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഡോഹി ഓർക്കുകയാണ്. ഇന്ന് രാത്രി ആ ഒരു ടാറ്റു ഒന്നും തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അവൻ മരണപ്പെടുമോ എന്നൊക്കെ ബോക്യുവിനോട് ചോദിക്കുമ്പോഴത്തേക്കും ബോക്യും അതെല്ലാം തന്നെ സത്യമായിരുന്നു എന്ന കാര്യം ഡോഹിനെയും അറിയിക്കുന്നു. ഇന്നലെ രാത്രി മാത്രമായിരുന്നു ഗുവോണും അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ബോക്യു പറയുമ്പോഴത്തേക്കും അതുകൊണ്ടായിരുന്നു ഗുവോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം അവളും മനസ്സിലാക്കുന്നു. നിനക്ക് പകരമായിട്ടാണ് ഗോൺ മരിക്കുവാനായിട്ട് പോകുന്നത്. അവൻ ഇന്ന് രാത്രി ടാറ്റു തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അവൻ മരണപ്പെടുന്നതായിരിക്കും. നീ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന് ടാറ്റുവും തിരിച്ചു കിട്ടുകയുള്ളൂ എന്നൊക്കെ ഗായങ്ങ് പറഞ്ഞതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. ടാറ്റു ഒക്കെ തിരിച്ചു കിട്ടുമോ എന്ന് അറിയുവാനായിട്ട് ഗോവണും ഡോഹിനെ കൊണ്ട് ഒരിക്കൽ വെള്ളത്തിലൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സംഭവത്തെ കുറിച്ചും ഡോഹി ഇപ്പോൾ ഓർക്കുകയാണ്. ഞാൻ നിന്നോട് ഇതുപോലെ വെള്ളത്തിലൊക്കെ ചാടണമെന്ന് പറയുകയാണെങ്കിൽ നീ ഒരിക്കലും എനിക്ക് വേണ്ടി അങ്ങനെ ചാടുകയില്ല എന്ന കാര്യം അറിയാവുന്നത് കൊണ്ടായിരുന്നു നിന്നോട് പറയാതെ നിന്നെ ഞാൻ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഗോൺ പറയുമ്പോഴത്തേക്കും അന്ന് അവളും പിണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിനക്കൊരിക്കലും എത്തിച്ചേരുവാൻ സാധിക്കാത്ത അത്ര ദൂരത്തേക്ക് ഞാനും പോകുകയാണെന്നൊക്കെ ഗോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്റെ സ്വപ്നമായിരുന്നില്ല, മറിച്ച് അവൻ ശരിക്കും അങ്ങനെ പറഞ്ഞതാണെന്നുള്ള സത്യവും ഡോഹി മനസ്സിലാക്കുകയാണ്. ഡോഹി അങ്ങനെ പല പല സ്ഥലത്തൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മരിക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും എന്റെ കയ്യിലുള്ള ടാറ്റു നിന്റെ കയ്യിലേക്ക് മാറ്റണം. 100ഓ 1000മോ തവണ കടലിൽ ചാടിയാലും സാരമില്ല. എന്റെ കയ്യിലുള്ള ടാറ്റു ഞാൻ ഉറപ്പായിട്ടും നിന്റെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കുമെന്നൊക്കെ ഡോഹി പറയുമ്പോഴത്തേക്കും ഗുവോണും അവളെ ഹഗ് ചെയ്യുന്നു. ഞാനും നിനക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഗായങ് തിരിച്ചെത്തുന്ന സമയത്ത് അവിടെ ഗായങ്ങിനെ കാത്ത് സ്യോഹൂണും ഉണ്ടായിരുന്നു. ആ ഒരു ടാറ്റു കാരണം ഡോഹിക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്നൊക്കെ സ്യോഹൂൺ ചോദിക്കുമ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിയുകയില്ലെങ്കിൽ പോലും ഗോണിനെ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാക്കുകയില്ല. ഒന്നെങ്കിൽ അവർ നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും നയിക്കുക, അല്ല എങ്കിൽ അവരും അവരുടെ ആത്മാവിനെയൊക്കെ നരകത്തിലേക്ക് അയക്കുന്നതായിരിക്കുമെന്നൊക്കെ അവളും പറയുന്നു. എങ്ങനെയും അതൊക്കെ തടഞ്ഞേ മതിയാക്കൂ എന്നൊക്കെ സിഹുൺ പറയുമ്പോഴത്തേക്കും ഇന്നാണ് ഏറ്റവും ഒടുവിലത്തെ ചാൻസ് എന്നായിരുന്നു സിഹുണിനോട് ഗായങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗുവോണും ഡോഹിയും കൂടി ചേർന്നിട്ട് ഒരു കടലിന്റെ തീരത്തൊക്കെ ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇപ്പോഴുള്ള ഈ ഒരു ഡെവിളൊക്കെ മാറിയിട്ട് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ ആയിട്ട് നീ മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നാണ് നിന്റെ ശരിക്കുമുള്ള ബർത്ത്ഡേ. നിനക്ക് വേണ്ടി ഞാനും ഒരു കേക്കൊക്കെ തയ്യാറാക്കുന്നതായിരിക്കുമെന്നൊക്കെ ഡോഹിയും ഗോണിനോട് പറയുന്നു. എല്ലാവരെ പോലെയും തനിക്കും ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കുന്നത് ഓർക്കുമ്പോഴത്തേക്കും ഗോണും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഇതുവരെ അവരുടെ ഇടയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഓരോരോ സംഭവങ്ങളായിട്ട് അവർ ഓർക്കുകയാണ്. അവരുടെ വിവാഹവും ഒന്നിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതും അവളെ രക്ഷിച്ചതും അവൾക്ക് വേണ്ടി മരിക്കുവാനായിട്ട് തയ്യാറായതും ലോകം ഇല്ലാതാക്കുന്ന നിമിഷത്തിൽ പോലും അവന്റെ കൂടെ നിൽക്കുവാനായിട്ടാണ് തനിക്ക് ആഗ്രഹമെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവർ രണ്ടുപേരും ഓർക്കുകയാണ്. അങ്ങനെ രാത്രിയാക്കുന്നത് വരെ ആ ഒരു കടൽ തീരത്തിരിക്കുന്ന അവരും പിന്നീട് രാത്രിയായി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നും പുറപ്പെടുകയാണ്. ഗുവോണിനെ നഷ്ടപ്പെടുന്ന വിഷമത്തിലായിരുന്നു ബോക്യു ഉണ്ടായിരുന്നത്. ഗായങ്ങും സ്യോഹൂണും കൂടി ചേർന്നിട്ട് ഡോഹയുടെയും ഗുവോന്റെയും അടുത്തേക്കൊക്കെ പോകുന്നു. ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണ്. സുഗ്മിനെ ചെയർമാനാക്കുന്ന ഒരു മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെയിരിക്കെ ഡോക്കിങ് അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നൊക്കെ സുവാൻ മനസ്സിലാക്കുന്നു. സുവാനും എവിടെയാണ് ഡോക്കിങ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ അസുഖമായതുകൊണ്ടാണ് അവൻ വരാതിരിക്കുന്നതെന്നൊക്കെ ആയിരുന്നു അവന്റെ അമ്മയും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ചെയർമാനായിട്ട് സുഗ്മിനെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നൊരു തീരുമാനമൊക്കെ ആയിരുന്നു അവിടെ വെച്ച് അവർ നടപ്പിലാക്കുന്നത്. നേരത്തെ എവിടെ വെച്ചായിരുന്നു അവർക്ക് ടാറ്റു ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അതേ സ്ഥലത്തൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്തവണ ടാറ്റു തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് വണ്ടിയുടെ ഫ്യൂവലൊക്കെ നിന്നു പോകുന്നു. അങ്ങനെ വണ്ടിയിൽ ഫ്യൂവലൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ഡോഹിയും അടുത്തുണ്ടായിരുന്ന ഒരു പോസ്റ്റ് കാർഡ് ഒക്കെ എടുക്കുകയാണ്. ഗുവോണിന് എന്തായാലും ഒരു കേക്കൊക്കെ മേടിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഡോഹിയും അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെട്ട കേക്കൊക്കെ മേടിക്കുവാനായിട്ട് അടുത്തുള്ള ഒരു കടയിലേക്ക് ചെല്ലുന്നു. ആ ഒരു കടയുടെ വെളിയിൽ ഇവരെ നോക്കിക്കൊണ്ട് കാറിൽ ഡോഗിങ് ഇരിപ്പുണ്ടായിരുന്നു. ഡോക്കിങ് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോക്കിങ്ങിന്റെ ഫോണുമായിട്ടായിരുന്നു സുഗ്മിൻ എത്തിയിട്ടുണ്ടായിരുന്നത്. സുഗ്മിനാകട്ടെ എന്റെ ഫോൺ പോലെ തന്നെയാണല്ലോ നിന്റെ ഫോണും ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സുഗ്മിൻ അറിയാതെ സുഗ്മിന്റെ ഫോണിൽ വരുന്ന മെസ്സേജസും കാര്യങ്ങളും എല്ലാം തന്നെ അവൻ അറിയുകയായിരുന്നു എന്ന കാര്യമൊക്കെ സുഗ്മിൻ മനസ്സിലാക്കുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇരുമ്പൊക്കെ പൊള്ളിച്ചതിന് ശേഷം അവന്റെ ശരീരത്തിൽ അതൊക്കെ വെക്കുമ്പോഴത്തേക്കും അവന് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മയാകട്ടെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാതിരിക്കുവാനായിട്ട് ചെവിയിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഫിക്സ് ചെയ്യുവാനായിട്ട് പോകുകയാണ്, നീയും നിന്റെ വില എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണമെന്നൊക്കെ സുഗ്മിൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ദേഷ്യത്തിലായിരുന്നു ഡോഗിങ്ങും വണ്ടിയൊക്കെ എടുത്ത് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവനും
കുറെ മരുന്നൊക്കെ വാരിക്കോരി കഴിക്കുന്നു. ബില്ലൊക്കെ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോഹിയുടെ കയ്യിൽ ഇപ്പോഴും ഗായം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. അവളും കടയ്ക്കകത്തു നിന്നും വെളിയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഗുവോണും ആകാശത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് സ്യോഹോണും അവളെ കോൾ ചെയ്യുന്നത്. നീ ഇപ്പോൾ ഗുവോന്റെ അടുത്താണോ ഉള്ളത് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ എന്റെ കുറച്ച് അകലായിട്ട് നിൽപ്പുണ്ടേന്നായിരുന്നു അവള് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ ആരാണെന്നുള്ള സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നീ അവന്റെ അടുത്തേക്ക് പോകണ്ട, അതൊക്കെ അപകടമാണ്. ഞാൻ അവിടെ എത്തിയതിനു ശേഷം കാര്യങ്ങളെല്ലാം തന്നെ നിന്നോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്യോഹോൺ ഇരിക്കുന്നതെങ്കിൽ പോലും അവൻ അത്രക്കാരനല്ല എന്ന കാര്യമൊക്കെ ഡോഹിയും അവനോട് പറഞ്ഞു കൊടുക്കുന്നു. നിന്നെ കൊന്നതിന് ശേഷം അവനെ സേവ് ചെയ്യുവാനായിട്ടാണ് അവനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് സ്യോഹോൺ പറയുമ്പോഴത്തേക്കും അവളും അതൊന്നും തന്നെ അത്രയ്ക്ക് കാര്യമാക്കുന്നില്ല. വോട്ടിങ്ങിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ സുക്മിനെയാണ് പുതിയ ചെയർമാനാക്കി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത്. ഡോഹിയും അവന്റെ കാറൊക്കെ എടുത്തിട്ട് ഡോഹി ഉണ്ടായിരുന്ന കടയിലേക്ക് ഓടിച്ചു കയറ്റുന്നു. ഡോഹിയും തെറിച്ചു വീണ് കഴിയുമ്പോഴത്തേക്കും ഗുവോണും ആ ഒരു കടയുടെ അടുത്തേക്കൊക്കെ ഓടുന്നു. സ്യോഹോണും പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആ കടയുടെ അടുത്തേക്ക് ഓടുമ്പോഴത്തേക്കും ഡോഗിങ് ഉണ്ടായിരുന്ന ആ ഒരു വണ്ടിക്കൊക്കെ തീ പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറിയും സംഭവിക്കുന്നു. അങ്ങനെ ഗുവോണും സ്യോഹോണും ഒരുപോലെ തെറിച്ചു വീഴുകയാണ്. എന്നിട്ടും ഗുവോൺ ഡോഹിയുടെ അടുത്തേക്കൊക്കെ പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നീ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയാൽ നീ മരണപ്പെടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗായങ്ങും അവനെ തടയുന്നുണ്ട്. ഡോഹി മരിച്ചാലേ നിനക്ക് ജീവിച്ചിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗായങ് അവനെ തടയുമ്പോഴത്തേക്കും അവളില്ല എങ്കിൽ എനിക്കും ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനും ആ ഒരു കടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോഹി മരിച്ചാൽ മാത്രമേ അവന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നീ പറഞ്ഞല്ലോ, അതൊക്കെ സത്യമാണോ എന്ന് സ്യോഹോൺ ചോദിക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുപോലെ മരിക്കുന്നതായിരിക്കുമെന്നായിരുന്നു അവളുടെ മറുപടിയും. സ്യോഹോണിനെ മറ്റെന്തൊക്കെയോ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഗായങ് അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതും. മനുഷ്യരെല്ലാവരും തന്നെ ഇങ്ങനെയാണ്, ഒന്നിനുമേൽ മറ്റൊന്നിനെ അവരെപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്നൊക്കെ ഗോഡും പറയുന്നു. മാത്രല്ല ഗോഡ് ഇപ്പോൾ ഇരിക്കുന്നതും നേരത്തെ ഗോൺ എപ്പോഴും നിൽക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു. ഡോഹയ്ക്കും ചെറിയ രീതിയിൽ ബോധം വരുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്കും ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. ഇനി ഗോണും അകത്തേക്ക് കയറി നോക്കുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു തീയൊക്കെ കാണുന്ന അവനും സ്വയം കത്തി നശിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഓർക്കുന്നത്. അങ്ങനെ പേടിക്കുന്ന അവനും അവിടെ ഉണ്ടായിരുന്ന കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പറൊക്കെ കാണുന്നു. ക്രൂരമായിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിന്നെ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. സ്വയം ഇല്ലാതാകുന്നതിലും ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം നമ്മൾ സ്നേഹിക്കുന്ന ആളെ നഷ്ടപ്പെടുമ്പോഴത്തേക്കുമാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിഷമിക്കരുത്. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ആ ഒരു വേദനയൊക്കെ ഇനി മുതൽ നീയും അനുഭവിക്കേണ്ടി വരും. എങ്കിൽ പോലും നീ എന്റെ അടുത്ത് ക്ഷമിക്കണമെന്നൊക്കെ ആയിരുന്നു ആ ഒരു കത്തിലൊക്കെ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യുവാനായിട്ട് അവളും തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു. പക്ഷെ അതിനു മുമ്പാണ് അവളെ കാറൊക്കെ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ഗുവോണും ഡോഹയുടെ അടുത്തേക്കൊക്കെ നടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവന്റെ മേത്തേക്കും വീഴുന്നു. എന്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വിശ്വാസമൊക്കെ ഞാനും നിലനിർത്തുന്നതായിരിക്കും. ഈ ഒരു മിറൈ ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന സ്ഥാനം ഞാൻ സ്വീകരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ സുഗ്മിന്റെ ഒരു പ്രസംഗം കൂടി കേൾപ്പിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡബിളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും സന്തോഷമായോ എന്നൊക്കെ അവനും ചോദിക്കുന്നുണ്ട്. സ്യോഹോണും ഫയർഫോഴ്സിനൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു കുവോൺ ഡോഹിനെയും എടുത്തുകൊണ്ട് വെളിയിലേക്ക് വരുന്ന കാഴ്ച അവർ രണ്ടുപേരും കാണുന്നത്. അവരുടെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഡോഹിക്കും ബോധം വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവളും ഗുവോന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഗുവോണും മരിക്കുവാൻ പോകുകയാണെന്നൊക്കെ തോന്നിയ സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ട് ഡോഹിയുടെ അടുത്തേക്കൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ടാറ്റു ഒക്കെ അവന്റെ കയ്യിലേക്ക് മാറി. ആ ഒരു പവേഴ്സ് എല്ലാം തന്നെ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് അവനും പറയുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.